പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം പഞ്ചീകരണമാണോ? പഞ്ചീകരണം ഒന്നുകൂടി വിശദമായി പറയാമോ? പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം പഞ്ചീകരണമല്ല. പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം ഞാനാണ്. ആത്മസ്വരൂപത്തിൽ ഉണ്മയിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ കുടികൊള്ളുന്നത്. സർവാധിഷ്ഠാനമായി സത്യം നിലകൊള്ളുന്നു. ആ സത്യസ്വരൂപത്തിൽ പ്രപഞ്ചം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം പഞ്ചീകരണമല്ല. പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് പഞ്ചീകരണ പ്രക്രിയയിലൂടെയാണ്. ഏത് പ്രപഞ്ചം? സ്ഥൂല പ്രപഞ്ചം. സൂക്ഷ്മ പ്രപഞ്ചം സൂക്ഷ്മഭൂതങ്ങളെ കൊണ്ടാണ്. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ തന്നെ വർദ്ധിതമായ രീതിയിൽ 5 ചേർന്നതാണ് പ്രപഞ്ചം. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ ഭൂതങ്ങൾ ചേർന്നതാണ് പ്രപഞ്ചം. ശരി, രണ്ടാമത്തെ പ്രശ്നം, അതിൽ പഞ്ചീകരണം ഒന്നുകൂടി വിശദമായി പറയാമോ? കുറച്ച് നേരത്തെ പറഞ്ഞു. നമ്മൾ ഓരോ സൂക്ഷ്മഭൂതത്തെ മനസ്സിൽ കാണുക. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ സൂക്ഷ്മഭൂതത്തെ മനസ്സിൽ കാണുക. അപ്പം അതെന്താ? അത് ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധ തന്മാത്രകളാണ്. ഇനി നമ്മൾ കണക്കാക്കുക അതിൻ്റെ കൂടെ മറ്റത് പകുതി അങ്ങോട്ട് ചേരണു. അപ്പോൾ വ്യക്തമായി കൃത്യം കണക്കൊന്നും ആരും പറഞ്ഞേക്കരുത്. 8-1 + 8-1 + 8-1 + 8-1 പറഞ്ഞേക്കരുത്. അങ്ങനെ പറഞ്ഞാൽ തെറ്റും. എങ്കിലും പഠിക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ പറയാം. കാരണം ഓരോ ഭൂതത്തിൻ്റെയും പകുതി എടുക്കുക, മറ്റതിൻ്റെ 8-1 വീതം എടുക്കുക. അപ്പോൾ 4-8-1 പറഞ്ഞാൽ പകുതിയായി. പകുതി ഒന്നായി. ദ്വിധാ വിധായ ചൈകൈകം ചതുർധാ പ്രഥമം പുനഃ സ്വസ്വേതരദ്വിതീയാംശൈഃ യോജനാത് പഞ്ചപഞ്ചതേ. ദ്വിധാവിധായ ചൈകൈകം, ഓരോ ഭൂതത്തെയും പകുതിയാക്കിയെന്ന് വിചാരിക്കുക. എന്നിട്ടോ ചതുർധാ പ്രഥമം പുനഃ, അതിൽ ഓരോന്നിനെയും 4 എന്നിട്ട് അപ്പം 8-1 ഈ 8-1 മറ്റേനോട് ചേർത്തു. അപ്പം 4-8-1 ചേർത്തപ്പോൾ അരയായി. അര + അര 1 ശ്രദ്ധിക്കുക. അതാണ് പഞ്ചീകരണ പ്രക്രിയ. സ്ഥൂലതയിൽ നിന്ന് വീണ്ടും സൂക്ഷ്മത്തിലേക്ക് പോകുമോ? പിന്നെ പോവാണ്ട് റിവേഴ്സ് പഞ്ചീകരണം അതറിയില്ല. സൂക്ഷ്മം, സ്ഥൂലം, കാരണം, സൂക്ഷ്മം, സ്ഥൂലം, സ്ഥൂലം, സൂക്ഷ്മം, കാരണം, കാരണം, സൂക്ഷ്മം, സ്ഥൂലം, സൂക്ഷ്മം, കാരണം. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. എത്ര കോടി കൊല്ലങ്ങളെന്നൊന്നും അറിയില്ല കേട്ടോ. സംഭവിച്ചേ മതിയാവും, അതിൽ സംശയമില്ല. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, സ്വപ്നം, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, സ്വപ്നം, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഇങ്ങനെയാണ്. അപ്പം എങ്ങനെയാണോ വെഷ്ടി അതുപോലെയാണ് സമഷ്ടി. യഥേവേഹ തദമുത്ര, യഥമുത്ര തദന്യഹ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അത് തന്നെയാണ് അവിടെ, അവിടെ എന്താണെന്ന് വെച്ചാൽ അത് തന്നെയാണ് അവിടെ. ഇവിടെ അങ്ങനെ കത്തെഴുതാറില്ലേ? ഇവിടെ സുഖം തന്നെ അവിടെയും അങ്ങനെ തന്നെ എന്ന് കരുതുന്നു. അങ്ങനെ തന്നെയാണ്. ഇവിടെ സുഖം വെച്ചാൽ അവിടെയും സുഖം ഇല്ലേ? ഇവിടെ ദുഃഖമാണെങ്കിലോ അവിടെ പരമാനന്ദത കഴിയുകയാണെങ്കിലും ദുഃഖം തന്നെയാണ്. കാരണം ഇവിടുന്നാണല്ലോ നോക്കണത്. അല്ലേ? യഥേവേഹ തദമുത്ര യഥമുത്ര തദന്യ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അത് തന്നെ അവിടെ, അവിടെ എന്താണെന്ന് വെച്ചാൽ അത് തന്നെ ഇവിടെ. അപ്പോൾ വെഷ്ടിയിൽ എന്താണോ അത് തന്നെയാണ് സമഷ്ടിയിൽ, സമഷ്ടിയിൽ എന്താണോ അത് തന്നെയാണ് വെഷ്ടിയിൽ. അതുകൊണ്ട് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, സ്വപ്നം, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഇങ്ങനെയാണ് ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ. കാരണം, സൂക്ഷ്മം, സ്ഥൂലം, സൂക്ഷ്മം, കാരണം, സൂക്ഷ്മം, സ്ഥൂലം, സൂക്ഷ്മം, കാരണം, ഇങ്ങനെ പോകണം. ഇത് നമുക്ക് ജാഗ്രത് പ്രപഞ്ചത്തിൽ കുറച്ച് മണിക്കൂറേ ഉണ്ടാവുള്ളൂ. മറ്റത് സമഷ്ടിയിൽ കോടാനുകോടി സംവത്സരങ്ങൾ വരും. പക്ഷെ രണ്ടും ദൈർഘ്യമൊക്കെ തുല്യമായിരിക്കും കേട്ടോ. അനുഭവം തുല്യമാവും.